അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് നമുക്ക് സുഖമാണ്. പിന്നെന്താണ്, ഒരുപാട് പേര് കുറച്ച് ദിവസം കൊണ്ട് ലൈവിൽ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മഹർ ഒന്ന് കാണിക്കൂ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് ജോലികളൊന്നും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു. എന്നും തുണി കഴുകാൻ പറ്റൂല. ചിലപ്പോൾ ഇന്നത്തെ കണ്ടീഷൻ ആയിരിക്കില്ല നാളെ. ചിലപ്പം ഒരുമാതിരി മനമറിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അറിയാമല്ലോ. പിന്നെ ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ, ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണി കഴുകാൻ കുളിമുറിയിലോട്ട് കയറൂല. ഇന്ന് 2 ദിവസം ഉണ്ട് അൽഹംദുലില്ലാഹ്. ഇന്നലെയൊന്നും വയറുവേദനയില്ല, മാറ്റി. റബ്ബ് ഒരുപാട് പേര് ദുആ ചെയ്യുന്നുണ്ട്, റബ്ബേ ഈ മക്കൾക്കൊരു ഉമ്മായ തണലിന് നിങ്ങൾ കൊടുക്കണേന്ന്. പിന്നെ മഹർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്ര മാസമായി. അപ്പോൾ അടുത്ത മാസം 8-ാം തീയതി ആകുമ്പോൾ എനിക്ക്, അതായത് മെയ് 8, ഏപ്രിലല്ലേ ഇപ്പം, മെയ് 8-ാം തീയതി ആകുമ്പോൾ എനിക്ക് 4 മാസം പൂർത്തിയായി, 5 മാസം സ്റ്റാർട്ടിങ് ആവും. ഇനി റിപ്പീറ്റ് പറയാൻ വയ്യ. പിന്നെ എന്താണ്, ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും, ചില സമയം പുറത്ത് വന്ന് മേടിക്കും. പിന്നെ ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ തരും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ മഹർ ഇടക്കോ ഒരു സ്വർണ്ണം ഒന്നും ഇടക്കയില്ല, കമ്മൽ മാത്രമേ. ജസ്റ്റ് അത് ഞാൻ ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് നിന്നിരുന്നതും എൻ്റെ വീഡിയോസിൽ കാണുമ്പോഴേ അറിയാം. ഞാൻ അങ്ങനെ ഒന്നും ഒരു മുത്തിൻ്റെയോ ഒന്നും ഞാൻ കയ്യിൽ പോലും യൂസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്കതൊന്നും ഇഷ്ടമല്ല. പിന്നെ കമ്മൽ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ എന്താണ്, ഇപ്പം പിന്നെ അങ്ങ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോണത് കൊണ്ട് എപ്പോഴും ഊരാനും ഇടാനും വയ്യ. പിന്നെ വീടിനെയൊക്കെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞ് നല്ല നീറ്റുണ്ട്, കാര്യമുണ്ട് എന്നൊക്കെ. പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോവാറായി. ഇനിയിപ്പോൾ എന്താ, ഷുഗർ നോക്കണം, അയൺ ടെസ്റ്റ് ഉണ്ട്, പിന്നെ 5-ാം മാസത്തെ സ്കാനിങ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കുള്ള തുഴച്ചിലാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം മുന്നോട്ട്. കാരണം ഈ ഒരു ഒറ്റയ്ക്ക്, കാരണം ഇപ്പോഴാണ് തികച്ചും ഒറ്റപ്പെട്ടു പോയത്. പണ്ടൊക്കെ ഉമ്മയും ഉപ്പയും ഇങ്ങനെ എല്ലാവരും ഉണ്ട്, പക്ഷേ ഇപ്പോഴും തികച്ചും ഒറ്റപ്പെട്ടു പോയി. കാരണം ഒന്ന് വിളിച്ചാൽ പോലും ഓടി വരാൻ ആരുമില്ല. എന്തുകൊണ്ടാണ് എന്ന് എൻ്റെ പാർട്ട്ണർ മനസ്സിലാക്കിയില്ല, ഇപ്പം മനസ്സിലാക്കുന്നതുമില്ല. അതുകൊണ്ട് ഒരുപാട് ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ദയവേത് ഇനി ഒന്ന് ജസ്റ്റ് അങ്ങ് ചോദിച്ചോ, ഷാനെക്കുറിച്ച് ചോദിക്കരുത്. കാരണം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് ഷാൻ എന്ന് പറയുന്ന പുസ്തകം. അത് വേറൊന്നും കൊണ്ടല്ല, ഇനിയുള്ള കാലം നിങ്ങളുടെ അടുത്ത് പറയാം, ഞാൻ യൂട്യൂബിൽ നിൽക്കുന്ന കാലം, മരിക്കുന്ന കാലം വരെ അയാൾ ബന്ധമൊഴിഞ്ഞ് തരാൻ തയ്യാറല്ല. മരിക്കും കാലം വരെയും നമ്മൾ തമ്മിൽ, അതായത് വെറുതെ ഒരു ബന്ധം അങ്ങനെ കിടക്കും. അല്ലാതെ ഞാൻ അയാളെ വിളിച്ചു കുടിച്ചും പിടുത്തും നടക്കുന്ന അയാളെ വിളിച്ച് കയറ്റാനോ ഒന്നിനും പാടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. കാരണം കുട്ടികൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ മഹറുണ്ട്, മഹർ ഞാൻ നിങ്ങളെ കാണിക്കണം എന്നെനിക്ക് തോന്നി. ദാണ്ട മഹർ കണ്ട, ഞാൻ ഇടില്ല. അന്നൊന്നും ചോദിച്ചു, താത്ത മഹറില്ലേ, അവൻ കൊണ്ടുപോയ അതേ പണയം വെച്ചാൽ എങ്ങനെയൊക്കെ ചോദിച്ചു. ഇതാണ് എനിക്ക് തന്ന മഹർ. പിന്നെ ഒരുപാട് പേര് ചോദിച്ച്, പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, സാധാ ഒരു ലോക്കറ്റും ഒരു മാലയും. അപ്പോഴേ ഇനിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കണം, മക്കളെ നോക്കണം. പിന്നെ നിനക്ക് പണിക്ക് പൊക്കൂടെ എന്ന് ചോദിക്കുന്നില്ല. ഇപ്പോൾ പണിക്ക് പോകാൻ പറ്റൂല തന്നെ, കാരണം പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നോക്കണം, പണിക്ക് പോകണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. പിന്നെ റബ്ബറും പാലെടുപ്പൊന്നും ഇനി നടക്കില്ല കേട്ടോ, കാരണം തോട്ടത്തിൽ പാമ്പിൻ്റെ ഇടയിലൊന്നും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോക്ക് നടക്കില്ല. ഒന്നാമത്തെ കാര്യം 3 പേരും പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂള് മദ്രസ എല്ലാം കൂടെ വരുമ്പം പൊടിക്കായും കൂടെ നോക്കലും പിന്നെ ഫീഡ് ചെയ്യണ ടൈമൊക്കെ വരുമ്പം ആകെ ടയേർഡാവും. പിന്നെ ഒരുപാട് പേര് ബാഡ് കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. വേറെ എല്ലാവരുടെ അടുത്തും പറയാമെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞിട്ട് ഷാനിനെ ഇനി കയറ്റും എന്നൊരു ധാരണയുമുണ്ട്. ഈ ഗർഭകാലഘട്ടം 4-ാം മാസം പൂർത്തിയാ പറയാം. ഒരു മുട്ടായിരം മുതൽ പോലും അന്വേഷിച്ച് തരാത്ത അയാൾ കേട്ടാ, അയാൾ, ഞാനൊരു നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞങ്ങ് കളയണം. അയാൾ എനിക്ക് ഇനി അയാൾ ചിലവിന് തരണ്ട, ഈ കുഞ്ഞിൻ്റെ അവകാശം പറഞ്ഞ് വരെയും വേണ്ട. പക്ഷെ കാണും, ഞാൻ അയാളെ കാണിക്കും. എങ്ങനെ? യൂട്യൂബ് ചാനലിലൂടെ. ഞാൻ ഏത് ഹോസ്പിറ്റലാണ് പ്രസവിക്കുന്നതെന്നോ, എനിക്ക് കൂട്ടിന് ആരുണ്ട് എന്നോ, അല്ലെങ്കിൽ എന്നെ ആരാണ് കെയർ ചെയ്യണമെന്നോ അവന് തിരക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല. കാരണം ഈ ഇന്നിപ്പം നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് ഏകദേശം 1 മാസം ആവാറായി. ഇന്ന് വരെയും ഒരു മുട്ടായിരം മുതൽ, ഇന്നലെയും തട്ടുപാലത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒരാൾ ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. ഒരുപാട് കുടിച്ച് നടക്കുന്നത് കാണണം. വർക്കല ക്ലിഫിൽ വെച്ചിട്ട് മുണ്ടൂരി കൈ പിടിച്ച് നടന്നു പോകണം. പട്ടിയിലൂടെയൊക്കെ കിടന്ന് ചീത്ത വിളിക്കണം. കുടിച്ചതാ
കറുമുറായി വായിൽ നിന്നൊക്കെ തുപ്പലൊക്കെ തെറിക്കണമെന്ന് തുപ്പലും ഇതും. കാരണം ബോധമില്ല. നമ്മൾ കള്ളു കുടിച്ചാൽ അയാൾ ക്രിമിനലാണ്. അപ്പോൾ എനിക്ക് കൂടെ കൂട്ടി നിനക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിക്കൂടെ? ഒരാൾ സ്വയം മനസ്സാലെ തീരുമാനിക്കണം എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡെലിവറിക്ക് ടൈമായി മാസം തികഞ്ഞ് നിൽക്കണമെന്ന് വെച്ചോ, നിന്നെ ഞാനും മക്കൾ നോക്കിയോളാം. ഞാൻ ഒരിക്കലും എടുക്കൂല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു പ്രഗ്നൻസിയിൽ ഏറ്റവും കെയർ ചെയ്യേണ്ടിയുള്ള ടൈമിന് എനിക്കവൻ ദുഃഖമാണ് തരുന്നത്. എപ്പോൾ വിളിച്ചാലും അവനും അവൻ്റെ ഉമ്മാക്കും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. പിന്നെ അവൻ്റെ ഉമ്മാരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെ മകനെ കൊണ്ട് ഏത് പെണ്ണിനെ കെട്ടിച്ചാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. കാരണം നിങ്ങളും അങ്ങനെയാണ് നടന്നത്, അതുകൊണ്ട് നിങ്ങളെ മക്കളും അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഷാനിനെ ഉപേക്ഷിക്കണേന്ന് പറയുമ്പോൾ ഇവൻ തന്നെ എൻ്റെ അടുത്ത് പറയും, എൻ്റെ ഉമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളെ കെയർ ചെയ്യാതെ ഈ എടുത്തുകൊണ്ടാണ് നമ്മൾ ചെറുതായ പ്രായത്തിലെ കുടിയും അടിയും പ്രശ്നങ്ങൾ. ഇയാളെ കയറിനൊക്കെ കെട്ടിയിട്ട് മുമ്പത്തെ വീഡിയോയിൽ കിടപ്പുണ്ട്, ഈ വടം പോലത്തെ കയറിന് അടിക്കുമായിരുന്നെന്ന്. എന്നിട്ട് ഈ 14-ാമത്തെ വയസ്സിൽ ഇയാൾ കൊണ്ടുവച്ചിരിക്കുന്ന ബെഡ്റൂമിലാണ് പെപ്സിയും 7-അപ്പൊക്കെ കൊണ്ടുവച്ച് ഈ റഷീദും ഇവരും കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഷാൻ്റെ 10 വയസ്സിലെങ്ങാണ്ടാണ് ഈ റഷീദ് എന്ന് പറഞ്ഞ ഉപ്പ വന്ന് കയറുന്നത്. 8 വയസ്സിലാണ് 10 വയസ്സിലാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ അടിത്തട്ടിൽ ഈ കള്ള് കൊണ്ടുവന്ന് വെച്ചേക്കും, അതിൽ നിന്നാണ് കുടിച്ച് പഠിക്കുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നാണ് കള്ളുകൂടി പഠിച്ചത്. അപ്പോൾ ഷാൻ ഇവിടെ തന്നെ മദ്യപിച്ചാൽ മക്കൾ, ഡോക്ടർ അതാണ് പറഞ്ഞത്, അപ്പനെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. ക്രിസ്ത്യൻസാണ് നമ്മളെ ഡോക്ടർ. അപ്പോഴും പറഞ്ഞ് അതേപോലെ എൻ്റെ മക്കളും ഞാൻ ആലോചിച്ച് നോക്കി, നമ്മളെ മക്കളും നമ്മളെ വീട്ടിൽ നിന്നാണ് കണ്ടു പഠിക്കുന്നത്. 2 ആൺകുഞ്ഞുങ്ങളാണ്, ഒരു മോളും. നമ്മൾ പെണ്ണുങ്ങൾ ഒരിക്കലും മദ്യപിക്കില്ല. അപ്പം നമുക്ക് മദ്യപാനികൾക്ക് ഒരിക്കലും ബർക്കത്തും ഉണ്ടാവില്ല, ബാക്കി കാര്യങ്ങളും. പക്ഷേ ഇങ്ങനെ മദ്യപിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുമില്ല, വല്ലാഹി സത്യം. പിന്നെ ഇങ്ങനത്തെ ഒരു ക്രിമിനലുള്ള ഒരാളാണെന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ 2-ാമത്തെ കാര്യമെന്ന് വെച്ചാൽ, ഈ മക്കളിത് കണ്ടിട്ട് വീട്ടിൽ സ്വസ്ഥതയില്ലാതെ പുറത്തു പോയി കൂട്ടുകെട്ടി, പിന്നെ അവരെ എത്തിങ്ങാനേലും പള്ളിയിലും അവിടെ നിന്നും ചാടിപ്പോയി. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരുങ്ങുന്നത്? ഇവൻ്റെ പാഠം തന്നെ. അപ്പം ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ പാഠമാണ്, നിങ്ങളെ ചെറുതിലുള്ള പാഠമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്. നാക്കിൽ എല്ലാവർക്കും പറയാം ഞാൻ ഈർക്കിലുണ്ടോലും എൻ്റെ ഇക്രൂസിനെ അടിച്ചിട്ടില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ്. ആ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞ് ഞാൻ അറിഞ്ഞു. അപ്പം ഒരു മദ്യപാനിക്കും ഒരു 308 കേസ് ഉള്ള ഒരാൾക്കും എന്തായാലും കുഞ്ഞിനെ കെയർ ചെയ്യാൻ കൊടുക്കില്ല. എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാലും കൊടുക്കില്ല. കാരണം അവൻ തന്നെ കാണിച്ചു വച്ചിരിക്കുന്ന പേക്കൂത്തുകൾ പബ്ലിക്കിലുണ്ട്, പലരെയും വീഡിയോസിലുണ്ട്. അപ്പം ഞാനൊരു ഉമ്മയാണ്, ഒരിക്കലും എൻ്റെ കൈ ഒന്നിനും പൊന്തില്ല. എൻ്റെ മക്കളെ നോക്കാനേ ഞാൻ ഇതാക്കും, എൻ്റെ മക്കളെ 4നും ചേർത്ത് പിടിക്കണം. ഇപ്പോഴും മസ്റുമോള് പറയണത് എന്താണ്, ഉമ്മച്ചിക്ക് ഞാൻ ഹെൽപ്പുണ്ട്. കുഞ്ഞാവ ഇപ്പം ഉമ്മച്ചി രാവിലെ വെളുപ്പാങ്കാലത്ത് കുഞ്ഞാവ എണീച്ചാലും എൻ്റെ അടുത്ത് നിന്ന് പറയുക, കുഞ്ഞാവ എണീച്ചാലും ഉമ്മച്ചി എന്നെ വിളിച്ചാൽ മതി, അപ്പം എനിക്ക് സ്കൂളിലെയും പഠിക്കാം, കുഞ്ഞാവേനെയും നോക്കാം, ഇത് ഉമ്മച്ചി അപ്പം ഇത് ജോലി ചെയ്താൽ മതി, അപ്പം ഞാനും ഉമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെയാണ് പറയണത്. അപ്പം അതെങ്കിലും പറയാനുള്ള ഇതുണ്ടല്ലോ. പാത്രം മൊത്തം അടുക്കളയിൽ കഴുകി വയ്ക്കും. പിന്നെ ഇപ്പോൾ തലയെടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഉമ്മച്ചിമാരുടെ ടച്ച്, അതായത് ഉമ്മാൻ്റെ ഉമ്മാരുടെ. കാരണം എനിക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റൂല. കാരണം ഇപ്പോഴത്തെ സമയം അറിയാമല്ലോ, ഡിപ്രഷനും കാര്യങ്ങളും പ്രശ്നങ്ങളും ഇതുമെല്ലാം. അപ്പോൾ അതിൽ നിന്നെല്ലാം മക്കളെ മാറ്റി നിർത്തിയിരിക്കണം. മക്കളൊന്നും അറിയരുത്. മോള് മാത്രമേ ഉള്ളൂ. മോൾക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് വയറ് തടവി തരുമ്പം പറയും, പാവല്ലേ അമ്മ കുഞ്ഞാവ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ തികച്ചും ഒറ്റപ്പെട്ടു പോയി. എൻ്റെ ഉമ്മയും ബാപ്പയും എനിക്കെന്നും ഉമ്മയും ബാപ്പയും തന്നെയാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഉപ്പാനെ ഒരു ഇച്ചി പോകുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയുള്ള ലൈഫിൽ ഞാനും എൻ്റെ 3 മക്കളും ഇങ്ങനെ അങ്ങ് പോകും. പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് കാണിച്ചു തരണേ നെജിയെ കൊച്ചിനെ. അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ എടുത്ത് ഞാൻ ഇൻഷാ അള്ളാ കാണിച്ചു തരും ആ സമയത്ത്. ഇനി സമയങ്ങൾ ഒരുപാടുണ്ട്, അൽഹംദുലില്ലാ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പ്രസവ സമയത്തൊക്കെ നമ്മൾ നിൽക്കാം, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സഹായിക്കാം, അങ്ങനെയെങ്കിലും പറയാനൊരു മനസ്സുണ്ടായല്ലോ, അത് തന്നെ അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് മറ്റു യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, എന്നെ ആരും അധികം അങ്ങനെ ദ്രോഹിക്കാറൊന്നുമില്ല. ഞാൻ നിങ്ങളെ മുമ്പ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് വീട്, അത് എല്ലാവരും കൂടെ എടുത്തു കൂട്ടിയും സ്വർണവും, നിങ്ങളെ യൂട്യൂബിൽ നിന്നൊരു സഹായം കിട്ടുമ്പോൾ അറിയാമല്ലോ എങ്ങനെയൊക്കെയാണെന്ന്. കിട്ടിയവർക്കൊക്കെ അറിയാം, യൂട്യൂബിൻ്റെ സഹായം ചോദിക്കുന്നവർക്കൊക്കെ അറിയാം എത്രയൊക്കെയാണ് തന്നിട്ടുള്ളതെന്നും തന്നു വരും. പിന്നെ എനിക്ക് പുതിയൊരു ഭർത്താവിനെ എടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയുള്ള കാലം, ഇപ്പോൾ വേറൊരു ഘട്ടത്തിൽ കൂടെ ഇനിയുള്ള കാലം സന്തോഷമായി മക്കളൊത്ത് കഴിയണം. പിന്നെ ആരെ മാപ്പിളമാരെയോ ആരെ ആണുങ്ങളെയോ വിളിക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല, അതിൻ്റെ ആവശ്യവും ഇല്ല.
കേട്ടോ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടും. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർക്ക് മിക്കവാറും ഞാൻ പ്രസവത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ എനിക്ക് പോസ്റ്റ് ഇടേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ അവസ്ഥയാണ്. അതിനിപ്പുറം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാക്സിമം നോക്കും. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പോൾ മഹർ കാണാത്തവർക്ക് മഹർ ഒന്നും കൂടെ ഞാൻ ഇടില്ല കേട്ടോ. മഹർ ഞാൻ ഇടില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പറയും അത് ചുമന്ന്, അത് വെളുത്ത്, അത് പച്ച എന്നൊക്കെ പറയും. ഇതാണ് മഹർ. ഞാൻ ഇടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ നിൽക്കുന്നത് ഒന്നും ഇടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും.